മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങൾക്ക് ഏറ്റവും നിരുപദ്രവകരമായ മരുന്ന് ചിരിയാണെന്ന് പൊതുവെ പറയാറുണ്ട്. മനസ്സറിഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സംഘർഷത്തിന് അയവ് വരുന്നു. ഇത് മാനസികമായ ഉല്ലാസം നൽകും. നിരുപദ്രവകരമായ ചിരി 5 വർഷമായി കോമയിൽ കിടക്കുകയായിരുന്ന ഒരു യുവതിയെ കോമയിൽ നിന്നും ഉണർത്തി. സംഭവം നടന്നത് അങ്ങ് US-ലെ മിഷിഗണിലാണ്. നൈൽ സ്വദേശിയായ ജെന്നിഫർ ഫ്ലെല്ലർ 2017 സെപ്റ്റംബറിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കോമയിലായി. 2022 ആഗസ്റ്റ് വരെ അവർ കോമയിലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2022 ഓഗസ്റ്റ് 25-ന് ജെന്നിഫർ ഫ്ലെല്ലറിൻ്റെ അമ്മ ഒരു തമാശ പറയുന്നതുവരെ. അമ്മയുടെ നിരുപദ്രവകരമായ ഒരു തമാശയ്ക്ക് മറുപടിയായി 5 വർഷത്തിന് ശേഷം ജെന്നിഫർ ചിരിച്ചു. മകളുടെ തിരിച്ചുവരവ് അവർ പീപ്പിൾസിന് നൽകിയ അഭിമുഖത്തിലാണ് പങ്കുവച്ചത്. താനൊരു തമാശ പറഞ്ഞപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവളിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. അപ്പോൾ തൻ്റെ നട്ടലിൽ നിന്നും ഒരു വിറയലുണ്ടായെന്ന് ആ അമ്മ പറയുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് തോന്നി. പഴയ പോലെ സംസാരിക്കാൻ ജെന്നിഫറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 5 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പുറപ്പെടുവിച്ച ശബ്ദം വളരെ വിലപ്പെട്ടതാണ്, ആ അമ്മ കൂട്ടിച്ചേർത്തു. ഓരോ ദിവസവും അവൾ നേരിയ പുരോഗതി കാണിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ആ ചിരിക്ക് ശേഷം അവൾ കൂടുതൽ ഊർജ്ജസ്വലയായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മകൻ്റെ ഫുട്ബോൾ കളി കാണാൻ തങ്ങൾക്കൊപ്പം മകളെത്തിയെന്നും അവർ പറയുന്നു. അവളുടെ ഫിസിഷ്യൻ ഡോക്ടർ റാൽഫ് വാങ് പറഞ്ഞത് ഇത്തരമൊരു തിരിച്ചുവരവ് അപൂർവമാണെന്നാണ്. അവൾ നേടിയ ഗണ്യമായ പുരോഗതി ശ്രദ്ധേയമാണ്. ഇന്ന് തങ്ങൾ പോകുന്ന പരിപാടികൾക്ക് അവളെയും ഒപ്പം കൂട്ടുന്നു. അത് കൂടുതൽ മാറ്റം അവളിൽ ഉണ്ടാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അവളുടെ വീണ്ടെടുക്കൽ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ഗോ ഫണ്ട് മീ ക്യാമ്പയിൻ ആരംഭിച്ചു. ജെന്നിഫറിൻ്റെ അനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കിട്ടപ്പോൾ അമ്മ പറഞ്ഞ ആ നിരുപദ്രവകരമായ തമാശ എന്താണെന്നറിയാൻ ഏവരും ആകാംക്ഷരായി. ജെന്നിഫറിൻ്റെ 60-കാരിയായ അമ്മ മീൻസ് മകളുടെ പൂർണ്ണമായ വീണ്ടെടുക്കലിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. മേരി ഫ്രീ ബെഡ് റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലിലും വീടും മാത്രമാണ് ഇന്നും അവരുടെ ലോകം. മകളുടെ ചികിത്സാ ചെലവുകൾക്കാണ് ഗോഫണ്ട് മീ ആരംഭിച്ചതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ജെന്നിഫറിൻ്റെ തിരിച്ചുവരവ് കോമയിലായ നിരവധി രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാകുമെന്ന് സാമൂഹിക മാധ്യമ ഉപഭോക്താക്കൾ കുറിച്ചു.